അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്ലേ വിത്ത് സ്നേഹാസ് വ്ലോഗ്. ഇന്നത്തേത് നമ്മുടെ ഒരു ബ്രൈഡ് ടു ബി, ഒരു കുട്ടി ബ്രൈഡ് ടു ബി വ്ലോഗാണ്. ബ്രൈഡ് ടു ബി വേറെ ആരുടെയുമല്ല, ഞങ്ങളുടെ പോസ്റ്റിംഗ് ബാച്ച് മേറ്റ് ശ്രീലക്ഷ്മി ഏറ്റിയുടെയാണ്. ഏറ്റിന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഞങ്ങളുടെ ബാച്ചിൽ 2 ശ്രീലക്ഷ്മി ഉണ്ട്. ഒരു ശ്രീലക്ഷ്മി MP, ഒരെണ്ണം ഏറ്റി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും ഇനീഷ്യൽസ് വെച്ചിട്ടാണ് അവരെ പറയണ്ടാവുക. അപ്പൊ ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും പറയണ്ടാവുക. അപ്പോൾ ബ്രൈഡ് ടു ബിക്കായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പർച്ചേസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഡെക്കോർ ഐറ്റംസ് ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു, കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു, ലൊക്കേഷൻ സ്പോട്ട് ഹണ്ട് നടത്താനുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് ഞാനും സൂര്യമോളും MPയുമാണ്. കുറേ ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചു. മെയിനായിട്ട് ഞങ്ങളുടെ ഒരു തീം എന്ന് പറയുന്നത് സ്കൈ ബ്ലൂവും പിങ്കുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഈ തീമിന് മാച്ച് ആവണം എന്നുള്ളതായിരുന്നു മെയിനായിട്ട് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് രാത്രി ഇത്തിരി വൈകിട്ടൊക്കെയാണ് തിരിച്ചെത്തിയത്. അടുത്ത ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ബൊക്കെ പ്രിപ്പറേഷനാണ്. അതായത് ബ്രൈഡിന് നമുക്ക് ബ്രൈഡ് ടു ബീയുടെ അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത്രയും ഇഷ്ടപ്പെട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അത് ലഭിക്കുന്ന ആൾക്ക് ഒരു പ്രത്യേകതര ഹാപ്പിനെസ് ആയിരിക്കും. അത് എല്ലാവരുടെ ലൈഫിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും തലേന്നിരുന്ന് ഒന്നിച്ചിരുന്ന് ചെയ്തു. ഇങ്ങനെയാണ് ബൊക്കയുടെ ഓരോ ഫ്ലവറും വരിക. ഈ ഹോൾ ബ്രൈഡ് ടു ബിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വി വെയർ ഇൻ ദിസ് ടുഗെദർ ഫ്രം ദ വെരി ബിഗിനിങ്. എല്ലാ പ്ലാനിങ്ങിലും എല്ലാ സ്റ്റെപ്പിലും എല്ലാം ഒന്നിച്ച് തന്നെ ചെയ്തേ. അത് കഴിഞ്ഞ് നമ്മൾ ബൊക്കെയൊക്കെ പ്രിപ്പയർ ചെയ്തു. പിന്നെ തിരിച്ച് ലേറ്റ് നൈറ്റ് ആയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറി. ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നാളെ ഞങ്ങളുടെ ബ്രൈഡ് ടു ബി. We are so excited. Yes, we are giving her a party. ഇതാണ് ശ്വേത. ശ്വേതയ്ക്കും എനിക്കുമായിരുന്നു ഇന്ന് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയുടെ ഒക്കെ ഇൻചാർജ് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരെയും മീറ്റ് ചെയ്തു. വി സ്റ്റാർട്ടഡ് അവർ ജേർണി. ഞങ്ങൾ എല്ലാ ഐറ്റംസും പൊക്കി പിടിച്ചുകൊണ്ട് ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെ ആയിട്ടാണ് സ്ഥലത്തെത്തിയത്. സ്ഥലം വേറെ എവിടെയല്ല, ചാവക്കാട് ബീച്ചിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു മിനി വാഗമൺ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആക്ച്വലി ഇവിടേക്ക് ഞങ്ങൾ ആരും വന്നിട്ടില്ല. കുറേ പേര് റെഫർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അതിൻ്റെതായ ഒരു പറ്റിയിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് മിനി വാഗമൺ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതായിരുന്നില്ല ഞങ്ങളുടെ മനസ്സിലെ വാഗമൺ. ഇപ്പൊ ഞങ്ങളൊരു സ്പോട്ട് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെ വെച്ച് ഞങ്ങൾ നടത്തുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ലെറ്റ്സ് സീ. അങ്ങനെ ഞങ്ങൾ കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. സ്ഥലത്തെല്ലാം അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അടുത്ത വില്ല് കാറ്റായിട്ട് വന്നു. ഞങ്ങളൊരു ബലൂൺ ഊതും, ബലൂണ് പറന്നു പോവും. അടുത്ത ബലൂൺ വീർപ്പിച്ച് വെക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോവും. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാ ബലൂണും കൂടെ കൂട്ടി കെട്ടിയിട്ട് ഓരോ ബലൂണുകളായിട്ട് എടുത്ത് ഇങ്ങനെ കെട്ടി ഒട്ടിച്ചൊട്ടിച്ച് വെക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് അവിടെ കേക്ക് ടേബിൾ ഡെക്കോർ ചെയ്യാൻ തുടങ്ങി. കുറച്ച് പേര് ട്രീസിൻ്റെ അവിടെ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പണികളുണ്ടായിരുന്നു. എല്ലാവരും കൂടി ചെയ്തപ്പോൾ അത് പെട്ടെന്ന് തീരാൻ തുടങ്ങി. ഈ ടൈമിലൊക്കെ ഞങ്ങൾ ബ്രൈഡിനെ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തിയേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വന്നു, ബ്രൈഡും വന്നു. പിന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കേക്കിന്റെ ഒരു ചെറിയൊരു ലുക്ക്. ഞങ്ങൾ തീമിനനുസരിച്ചിട്ടുള്ള കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത്. ബ്രൈഡിനെ വെൽക്കം ചെയ്യുന്ന സെറമണി ആയിരുന്നു. ബൊക്കെ കൊടുത്തു, ഗ്ലാസ് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് പരിപാടി അങ്ങോട്ട് തുടങ്ങി. മെയിൻ ആയിട്ടുണ്ടായിരുന്നത് കുറേ ഗെയിംസ് ആയിരുന്നു. നമ്മുടെ ഗെയിംസ് ടീം ആയിരുന്നു ചിനിയും സൂര്യമോളും. അവർ അടിപൊളിയായിട്ടാണ് ഗെയിംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്തതും പ്ലാൻ ചെയ്തതും. 3-4 ഗെയിംസ് ഉണ്ടായിരുന്നു. ഹൂ നോസ് ദ ബ്രൈഡ് ബെറ്റർ, പിന്നെന്താ ഗെസ്സിങ് ദ നമ്പേഴ്സ്, അതുപോലെ തന്നെ പാസിംഗ് ദ ബോൾ. അങ്ങനെ ഒരുപാട് കളികളുണ്ടായിരുന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഞാനുണ്ടായിരുന്ന ടീമാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാം. ആൻഡ് ഓഫ് കോഴ്സ് വി വോൺ ദ ഗെയിം. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കളിച്ച് ജയിച്ചു. ഞങ്ങൾക്ക് അതിന് സമ്മാനവും കിട്ടി. അതുപോലെ തന്നെ ബ്രൈഡ് ഞങ്ങൾക്ക് സമ്മാനം തന്നു. പിന്നെ ബ്രൈഡിനും കുട്ടി സമ്മാനം കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാരും ഹാപ്പി അല്ലേ? ഇനി ഞങ്ങളെ പറ്റി ഈ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു 2 വാക്ക് പറയുക. ഹാപ്പിയായി, അടിപൊളി സെറ്റപ്പ്, എല്ലാം സൂപ്പർ ആയിരുന്നു. നീ മറക്കോ? ഇല്ല, ഒരിക്കലും മറക്കില്ല. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ബ്രൈഡ് ടു ബി തന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കലാശ കൊട്ടുന്ന രീതിയിൽ എല്ലാവരും കൂടെ ബീച്ചിലേക്ക് ഇറങ്ങി. എല്ലാവരും സൺസെറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടിരുന്നു.
അപ്പൊ ഓക്കെ ഗൈസ് ബൈ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ ഞാൻ ഇന്നത്തെ ബ്രൈറ്റ് ടു ബി വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.